ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് കുറച്ച് കേക്ക്സിൻ്റെ വർക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചായല്ലേ കേക്കിൻ്റെ ഒരുമിച്ചുള്ള വർക്കൊക്കെ എല്ലാം ഇട്ടിട്ട്. അപ്പം നമ്മൾ രാവിലെ കൊടുക്കാനുള്ള കേക്ക്സ് മാത്രമേ നമ്മളുടെ ഈ ഒരു ഫ്രിഡ്ജിലേക്ക് ആദ്യമേ കയറുമായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതൊന്ന് കോട്ട് ചെയ്തിട്ട് നന്നാക്കി സെറ്റാക്കി കേട്ടോ. എന്നിട്ട് ബാക്കി ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം എടുത്ത് വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ മാറിയും മറിച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം തലേ ദിവസം തന്നെ മാക്സിമം തീർത്ത് വെച്ചു. പിറ്റേ ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ഉള്ളത് കൊണ്ടിട്ട് മാക്സിമം ആ വർക്കെല്ലാം തന്നെ തലേ ദിവസം തീർത്ത് വെച്ചു കേട്ടോ. ആ ഒരു ഫിനിഷിങ് വർക്ക് മാത്രമാണ് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇത് ഏറ്റവും രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. ഒരു 8 മണി കഴിയുമ്പോൾ കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഉണ്ടാവില്ല വീട്ടിൽ, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതെല്ലാം വേറെ ആൾക്കാരൊക്കെ എല്ലാം ഹസ്ബൻഡിനെയും ബ്രദറിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ രാവിലെ എണീറ്റിട്ട് ഇതിൻ്റെ എല്ലാം ഫൈനൽ ഫിനിഷിങ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 kg വരുന്ന റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. ആ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡിസൈനൊന്നും പറയാത്തപ്പോഴേക്കും മാക്സിമം അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ഡിസൈനിൽ തന്നെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ടോപ്പിൽ ഗനാഷ് ഒഴിച്ചിട്ടാണ്. ആ ഒരു ക്രംസ് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആവുന്നത് എന്തായാലും ഗനാഷ് ഒഴിക്കുമ്പോഴാണല്ലോ. പിന്നെ നമ്മളുടെ ബട്ടർ സ്കോച്ചിനും അതുപോലെ തന്നെ ഗനാഷ് ഉണ്ട്. അങ്ങനെ കുറച്ച് കേക്ക്സൊക്കെ ഞാൻ ഗനാഷ് ഒഴിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കേക്കാക്കി തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും, കാണാനും ലുക്കായിരിക്കും, ടേസ്റ്റ് വൈസും ഓക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റെഡ് ഗനാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിങ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും ഒക്കെ എല്ലാം വെച്ചു. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ എഴുതുന്ന ഏതൊരു വീഡിയോയിലും എനിക്ക് വരുന്ന ഒരു കമൻറ്റാണ്, എന്തുകൊണ്ടാണ് ഈ എന്ത് ക്രീമാണ്, എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്നൊക്കെ. നമ്മളുടെ വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ. ഈ ഹാർട്ട്സ് വരയ്ക്കുന്നതും നെയിം എഴുതുന്നതും വിപ്പിംഗ് ക്രീമാണ്. ഇതിലൊന്നും ചേർക്കുന്നൊന്നുമില്ല, നമ്മളുടെ വിപ്പിംഗ് ക്രീം തന്നെ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് എഴുതുന്നതാണ് കേട്ടോ. ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഴുതുന്ന ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. പിന്നെ നമ്മളങ്ങനെ എഴുതി പ്രാക്ടീസ് ആയി കഴിയുമ്പോഴേക്കും കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഒരാളല്ല. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ എഴുതുമ്പോഴേക്കും നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് തന്നെ എഴുതുന്നതാണ്. കൂട്ടക്ഷരമൊക്കെ കുറേ നോക്കിയതാണ്, അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതാൻ തുടങ്ങി. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം, ഇപ്പോൾ ഗനാഷ് ആണെങ്കിലും പൈപ്പിംഗ് ജെല്ലാണെങ്കിലും, ഇപ്പോൾ ജെല്ലാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് വയ്ക്കണം, ഗനാഷ് ആണെങ്കിൽ നമ്മളത് ഉണ്ടാക്കി വയ്ക്കണം. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതൊരു കേക്കാണെങ്കിലും, സിമ്പിൾ കേക്കാണെങ്കിലും, എത്ര വർക്കുള്ള കേക്കാണെങ്കിലും, ബോർഡിലാണെങ്കിലും, എങ്ങനെ എഴുതാനാണെങ്കിലും വിപ്പിംഗ് ക്രീം ഓക്കെയാണ് കേട്ടോ. ചിലപ്പോൾ ഗനാഷൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിങ്ങനെ ഗനാഷ് കൊണ്ടിട്ട് എഴുതുമ്പോൾ കുഴപ്പമില്ല, പിന്നെ അത് കഴിയുമ്പോഴേക്കും അത് ലൂസായി പോകുന്നുണ്ടെന്ന്. ചിലപ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻ കറക്റ്റ് അല്ലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. വിപ്പിംഗ് ക്രീമിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതങ്ങനെ ഇരുന്നെടുത്തിരുന്നോളൂ കേട്ടോ. കാരണം നമ്മൾ മാക്സിമം എല്ലാ കേക്കിലും തന്നെ കൈകൊണ്ട് എഴുതാനാണ് ശ്രമിക്കുന്നത്. കുറച്ച് നല്ല ഭംഗിയുള്ള കേക്ക് അല്ലെങ്കിൽ കുറച്ച് റേറ്റുള്ള കേക്ക്, അതിനൊക്കെയാണ് ഈ ഫോണ്ടൻ്റൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇതൊരു സിമ്പിൾ കേക്കായിരുന്നു, ഒരു ഹോളി കമ്മ്യൂണിയൻ കേക്ക്. അതങ്ങനെ സെറ്റാക്കി കൊടുത്തു വിട്ടു. കുറേ പറയാനൊന്നുമില്ല, സിമ്പിൾ കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് അതിനൊന്നും പറയാതെ പോയത്. അതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു. സോറി കേട്ടോ, വൈറ്റ് ഫോറസ്റ്റ് അല്ല, ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു. പക്ഷേ പുറത്തെ ഡിസൈൻ അവർ തന്നെ തന്നതായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു കുട്ടി ഡിസൈൻ ആയിരുന്നതുകൊണ്ട് അതങ്ങനെ റെഡിയാക്കി. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 2 ടയറിൽ വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഡിസൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല, സെറ്റിങ്ങും ആയിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കണം. കളർ കോമ്പിനേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിത് കുറേ ചർച്ചകളൊക്കെ ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് എനിക്ക് തന്നെ വിട്ടു തന്നു, ഇഷ്ടമുള്ള പോലെ ചെയ്തേക്കാൻ പറഞ്ഞു. ഒരുപാട് റേറ്റും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആ റേറ്റിൽ കൊള്ളിച്ചിട്ട് റെഡിയാക്കിയൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, കുറേ റേറ്റൊന്നുമില്ല. അപ്പോൾ ഫോണ്ടൻ്റ് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മളുടെ കയ്യിൽ ഉള്ള ഐറ്റംസൊക്കെ തന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഫോക്സ് ബോൾസ് അതിനൊക്കെ റേറ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഫോണ്ടൻ്റാണെങ്കിൽ നമ്മളുടെ കുറേ ടൈം കൂടി ആ വഴിക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റേറ്റൊന്നും എടുക്കാൻ പറ്റാത്ത കേക്ക്സിനൊക്കെ നമ്മൾ മിക്കപ്പോഴും ഈ ഫോക്സ് ബോൾസ് പിന്നെ ബട്ടർഫ്ലൈസൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ നെയിം എഴുതുന്ന കട്ടർ കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് കാണിച്ചതാണേ. ലിങ്കൊന്നുമില്ല, നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ എല്ലാം വാങ്ങിക്കുന്നത് ബേക്കേഴ്സിൽ നിന്നാണ് കേട്ടോ. എറണാകുളം പത്മയിലുള്ള ബേക്കേഴ്സ് ട്രേഡേഴ്സിൽ നിന്നാണ് എല്ലാം മേടിക്കുന്നത്. ഈ ഫോക്സ് ബോൾസും എല്ലാ ഐറ്റംസും ഓൺലൈനിൽ നിന്ന് അങ്ങനെ ഒന്നും തന്നെ വാങ്ങിക്കാറില്ല. കാരണം
ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 10 രൂപ കുറവാണെങ്കിലും ഷിപ്പിംഗ് ചാർജും കൂടി കൂടുമ്പോഴേക്കും അത് അതിനും ചിലപ്പോൾ കൂടും. ഞാൻ പണ്ട് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടി ഡാമേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഷോപ്പിൽ പോയിട്ട് നേരിട്ട് കണ്ട് നോക്കിയാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോക്സ് ബോൾസൊക്കെ ആണെങ്കിലും ഷോപ്പിൽ ചിലപ്പോൾ എല്ലാം ഒന്നും നല്ലതായിരിക്കത്തില്ല. അതിൽ കുറച്ച് പാടുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പെയിൻറ്റ് പോയിട്ടുണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി നേരിട്ട് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം നോക്കിയും കണ്ടും നല്ലതൊക്കെ എടുക്കാമല്ലോ. പിന്നെ കുറേ പേര് നമ്മളോട് റേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇൻസ്റ്റയിലൊന്ന് ചോദിക്കുമെന്നാണ്. നമ്മൾ റേറ്റ് യൂട്യൂബിൽ പറയാത്തതെന്ന് വെച്ചാൽ കമ്പാരിസൺ വരും. പല ഹോം ബേക്കേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കമ്പാരിസൺ വരുമ്പോഴേക്കും അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കത്തില്ല വേറൊരാൾ ചെയ്യുന്നത്, കൂടുതലോ കുറവോ ആകാം. അത് ഓരോരുത്തരും എന്താ പറയുക, അവരുടെ ആ ഒരു എഫേർട്ടിന് ടൈമിനൊക്കെ ഇടുന്ന റേറ്റ് അല്ലേ. ഇപ്പോൾ ഈ ഒരു കേക്കിന് എക്സ്ട്രാ റേറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലപ്പോൾ അങ്ങനെയും നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ വേറൊരു ഹോം ബേക്കർ ആണെങ്കിൽ ഇതിന് റേറ്റ് വാങ്ങിക്കും. അതിപ്പോൾ ഞാൻ വാങ്ങിക്കാതിരുന്നത് എൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു. എക്സ്ട്രാ റേറ്റ് വാങ്ങിക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നത് കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആ ഒരു റേറ്റാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അത് മറ്റൊരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതാണ് ഞാൻ റേറ്റ് ഒന്നും യൂട്യൂബിൽ പറയാത്തത്. പിന്നെ ഇപ്പോൾ കാണിച്ച കേക്ക് നമ്മൾ നേരത്തെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കാണിക്കാതിരുന്നത് കേട്ടോ. പിന്നെ ആ ഒരു 2 ടയർ കേക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നടന്നില്ല. കാരണം ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര ബ്ലൂ കളറായിട്ട് ഇരുന്നത് കൊണ്ടിട്ട് ഞാനൊരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ പോയത്. പിന്നെ ഇതൊരു 1 kg വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. നല്ലൊരു ബ്ലൂ കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ ഇങ്ങനെ വരുന്നത്, അപ്പോൾ കുറച്ച് ഭാഗത്തല്ലേ ബ്ലൂ കളറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കളർ മിക്സ് ചെയ്തു. യൂസ് ചെയ്തേക്കുന്നത് കളർ സ്പ്ലാഷിൻ്റെ ബ്ലൂ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് താഴെ ഒരു ചെറിയൊരു ലൈൻ പോലെ കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു കുഞ്ഞ് പാലറ്റ് നൈഫ് കൊണ്ടിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ലസ്റ്റർ ടെസ്റ്റും പിന്നെ താഴത്തെ ബ്ലൂ കളറും കുറച്ച് ഒരു 3 ഫോക്സ് ബോൾസും, അത് ആ ഒരു ഡിസൈനിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. 3 ഫോക്സ് ബോൾസും പിന്നെ ആ ഒരു ഏജ് ഇങ്ങനെ ടോപ്പറായിട്ട് കുത്തി നിർത്തിയേക്കുന്നതും സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന രീതിയിൽ ഭയങ്കര എന്താ പറയുക ലുക്കായിട്ടുള്ളൊരു കേക്ക്. പക്ഷെ ഞാൻ ചെയ്തപ്പോഴേക്ക് അത്ര ലുക്കൊന്നും വന്നില്ലെങ്കിൽ ഏകദേശം അവർ തന്ന ആ ഒരു ഡിസൈൻ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ടും ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. അപ്പോൾ അതൊരു മിക്കി മൗസ് തീമിലുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ താഴെ ഒരു റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരു ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. സംഗതി റെഡ് തന്നെയാണ്, പക്ഷെ കുറച്ച് കൊടുത്തപ്പോഴേക്കും ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു എഫക്റ്റ് വന്നു. അതും പിന്നെ ടോപ്പിൽ നമ്മളുടെ ഈ 2 കളറും കൂടി മിക്സാക്കി ബാക്കി വരുന്ന കളറെല്ലാം കൂടി എടുത്തിട്ട് ടോപ്പിലേക്കും കൊടുത്തു കേട്ടോ. കസ്റ്റമൈസ്ഡ് ഡിസൈനൊന്നും അല്ല, അവർ ജസ്റ്റ് മിക്കി മൗസ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നല്ല തിരക്കാണല്ലോ, അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളുടെ മനസ്സിലപ്പോൾ തോന്നുന്നത് എന്താണോ അതാണ് ഇപ്പോഴത്തെ ഡിസൈൻ കേട്ടോ. പ്രിൻറ്റും വേറെ എടുത്തതല്ല, നമ്മളുടെ കയ്യിൽ പ്രിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രിൻറ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ആ ഒരു മിക്കി മൗസിൻ്റെ തീമിൽ വരുന്ന ആ ഒരു ബോൾസ് ഗോൾഡൻ അല്ല, റെഡും ബ്ലാക്കും ആ ഒരു ഫോക്സ് ബോൾസും വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ ഗോൾഡൻ സ്റ്റാർസ് കൂടെ വെച്ചപ്പോഴേക്കും കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഈ ഗോൾഡൻ സ്റ്റാറൊക്കെ ശരിക്കും ഒരു അനുഗ്രഹമാണ്. ഗോൾഡൻ സ്റ്റാറും ഫോക്സ് ബോൾസും ഒക്കെ നമുക്ക് മിക്കപ്പോഴും പെട്ടെന്ന് കേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്തതും ഒരു 1/2 kg കേക്കായിരുന്നു, ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് ഡിസൈൻ ഒന്നും പറഞ്ഞില്ല. ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗേൾസിനെ പറ്റിയിട്ടുള്ള ഒരു തീം, അതും എക്സ്ട്രാ റേറ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയൊരു തീം അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ റേറ്റ് ഇല്ലാതെ എന്ന് പറയുമ്പോഴേക്കും കൂടി നമുക്ക് ഒരു പ്രിൻ്റ് എടുക്കാനാണെങ്കിലും ചാർജ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രിൻ്റ് വെച്ചാൽ മതിയാകുമോ, അപ്പോൾ ചാർജൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് യൂണിക്കോൺസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലൊരു യൂണിക്കോണിനെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ടോപ്പിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല, കാരണം അവർ പറഞ്ഞതിനേലും കുറച്ച് സമയം മുന്നേ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്കത് അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റിയില്ല. പിന്നെ ആ ഒരു ബ്രഷ് ഡിസൈൻ കൊടുത്തു കേട്ടോ. ഈ ഒരു സംഭവം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായി പോയാനെ.
കാരണം നമ്മൾ പറഞ്ഞതിനേലും കുറച്ചധികം സമയം മുന്നേ പറഞ്ഞത് കൊണ്ടിട്ട് പെട്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും, തീർന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ലാക്ടോസ് ഫ്രീ കേക്കായിരുന്നു, 1 kg സ്ട്രോബെറി ഫിൽഡാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു അവയ്ക്ക് ഇങ്ങനെ ലാക്ടോസ് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ റെഡിയാക്കിയതാണ്. ഒരു വട്ടം നമ്മളോട് ഇങ്ങനെ എൻക്വയറി ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോഴേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ കുഞ്ഞാവ കഴിച്ചിട്ടും പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മളുടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻ അവർ നമുക്ക് കുറച്ച് ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് റോസറ്റയും അങ്ങനെ കുറച്ച് നോസ് ഇത് വർക്കൊക്കെയുള്ള ഡിസൈൻസ് അയച്ചു തന്നിട്ട് ഇഷ്ടമുള്ള ഒരെണ്ണം ചെയ്തോ എന്ന് പറഞ്ഞു. ഒരു ലൈറ്റ് കളർ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ, എന്തെങ്കിലും പേസ്റ്റൽ ഷെയ്ഡ്സ്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈലാക്ക് കളർ കൊടുത്തതാണ് കേട്ടോ. ഇത് നമ്മളുടെ കളർ മാജിക്കിൻ്റെ ലൈലാക്കാണ്. ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് മാത്രം ഞാൻ ജെൽ കളേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മളുടെ ലിക്വിഡ് കളേഴ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് കൂടി ഇട്ടിട്ട് അതിന് ലുക്കും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. അടുത്തതൊരു ഹോളി കമ്മ്യൂണിയൻ കേക്കായിരുന്നു. അപ്പോൾ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് പിന്നെ കുറച്ച് ഗോൾഡൻ ഐറ്റംസൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് കസ്റ്റമേഴ്സ് ഇതുപോലെ, അതായത് ഹോളി കമ്മ്യൂണിയൻ കേക്ക് പിന്നെ വെഡ്ഡിങ് കേക്ക് അതിനൊക്കെ ഡിസൈൻ തന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മിക്കപ്പോഴും ഫ്ലവേഴ്സ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഡിസൈൻ തരാത്ത ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ ഫോക്സ് ബോൾസ്, ബട്ടർഫ്ലൈസ് അതൊക്കെയാണ് നമ്മളുടെ എളുപ്പ വഴി കേട്ടോ. അല്ലാതെ നമുക്ക് നല്ല സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനും നോക്കാനൊക്കെ ടൈം കിട്ടും. പക്ഷേ ഇങ്ങനെ തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്കങ്ങനെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കൂടുതലും കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കാറുള്ളൂ, അല്ലെങ്കിലൊക്കെ പിന്നെ ഫുള്ള് ഈസി പണിയാൻ നോക്കാറുള്ളൂ കേട്ടോ. പക്ഷേ സംഭവം ഭംഗിയായിരിക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ റേറ്റുള്ള ഫോക്സ് ബോൾസും പിന്നെ നമ്മളുടെ ഈ ഫ്ലവേഴ്സും ഒക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ടൊരു പെപ്പേപ്പിക് തീമിലുള്ള ഒരു കേക്കായിരുന്നു. അത് 1 kg സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. ഇതും പെപ്പേപ്പിഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ്ടൻറ്റിൽ ചെയ്യാൻ എന്നോട് പറഞ്ഞപ്പോഴേക്കും ഈ പെപ്പേപ്പിഗിനെ ഞാൻ ഫോണ്ടൻറ്റിൽ എപ്പോൾ ചെയ്താലും റെഡി ആവത്തില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്യും കാലും ഒക്കെ നമ്മളിങ്ങനെ പയ്യെ മുറിച്ച് കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ കട്ടായി പോകും. ഞാൻ 2-3 വട്ടം ചെയ്തിട്ട് ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതോടുകൂടി ഈ ഒരു പെപ്പേപ്പിഗിന് ഫോണ്ടൻറ്റിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് പോയി കേട്ടോ. 3D ചെയ്യും, പക്ഷേ 2D ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. 3D ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ 2D ചെയ്യുമ്പോഴേക്കും നല്ല പണി കിട്ടുന്നത് കൊണ്ടിട്ട് അത് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അവർക്കും 2D ആയിരുന്നു വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടിട്ട് അവർ പ്രിൻറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാം, അതായത് ഈ ഒരു പ്രിൻറ്റിൻ്റെ സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്തു. എന്ത് ചെയ്യണമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് വന്ന കേക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൈ കിട്ടിയതെല്ലാം വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഡിസൈനൊന്നും നോക്കിയിട്ടില്ല, പുല്ല് വരയ്ക്കണം എന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ കയ്യിൽ വന്നത് അതുപോലെ തന്നെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെയാണ്, ഫുൾ അങ്ങോട്ട് ബ്ലാങ്കായി പോവും. കുറേ കേക്ക്സൊക്കെ ഉള്ളപ്പോഴേക്കും പ്രത്യേകിച്ച് കസ്റ്റമൈസേഷൻ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും. പക്ഷേ മാക്സിമം നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഭംഗി പോവാതെ നോക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഫോണ്ടൻ്റുള്ള കേക്കായിരുന്നു, കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. അവർ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ മുതലേ പറഞ്ഞു വെച്ചേക്കുന്നതായിരുന്നു. ഫുൾ ബ്ലാക്ക് കളറിലെ ഫോണ്ടൻറ്റും കാര്യങ്ങളും ബ്ലൂ കളറിലെ റൈറ്റിങ്സ് അങ്ങനെയുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മോള് പപ്പയുടെ ബർത്ത്ഡേക്ക് കൊടുക്കുന്നതായിരുന്നു. അവർ പുറത്തെവിടെയോ ആണ്, ഇവിടെ നാട്ടിലില്ല. അപ്പോൾ മിക്കപ്പോഴും നമ്മളുടെ നിന്ന് കേക്ക് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുത്തു വിട്ടു. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കേക്കാണ് നമ്മളുടെ ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഷോർട്സിൽ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തതാണ്. നമ്മൾ അവിടെ പോയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു കേക്ക് ഞാൻ അവിടെ കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. വൈകിട്ടായപ്പോഴേക്കും പിന്നെ നമ്മളുടെ വർക്ക് എല്ലാം കൊടുത്ത് തീർത്ത് നമ്മൾ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാ കേക്ക്സും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമേ. പിന്നെ എല്ലാ കേക്കും കണ്ടിട്ട് അതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.